ഹെൽത്തി ഫൈമി യൂസ് ചെയ്ത് എനിക്കിപ്പോൾ ഇത് പറയുന്നതാണ് വേദവാക്യം. എന്ന് വെച്ചാൽ കാലറീസിൻ്റെ ഒക്കെ കൗണ്ട് അപ്രോക്സിമേറ്റ് കറക്റ്റ് വാല്യൂസ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ രാവിലെ പുട്ടും മുട്ടക്കറിയായിരുന്നു. ഓരോ മീൽസിലും പ്രോട്ടീൻ ഇൻടേക്ക് ഉണ്ടെന്ന് ഞാൻ ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് ചപ്പാത്തിയും ചിക്കൻ കറിയായിരുന്നു. ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. പണ്ടൊക്കെ എനിക്ക് ചപ്പാത്തി ഇഷ്ടമല്ലാത്തപ്പം ഇപ്പോഴും വലിയ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അച്ഛനും അമ്മയും എനിക്ക് ഇത് ചപ്പാത്തി പരത്തി തരിക ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ്. ലെയർ ലെയർ ആയിട്ട് ഇങ്ങനെ മടക്കി മടക്കിയിട്ട് പരത്തുന്നതാണ്. കണ്ടിട്ടെങ്കിലും ഇഷ്ടം വന്നോട്ടെ വിചാരിച്ചിട്ടായിരിക്കും. പക്ഷെ എനിക്ക് വലിയ താല്പര്യമില്ല. പിന്നെ നമ്മൾ ഈ ചോറ് കഴിക്കുമ്പം പോർഷൻ കൺട്രോൾ അങ്ങനെ ചെയ്യാൻ പറ്റാറില്ല. അപ്പം ചപ്പാത്തി ആകുമ്പം ഒന്ന് രണ്ടിൽ ഒതുക്കിക്കോളുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചപ്പാത്തി കഴിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം കഴിക്കാൻ വേണ്ടിയിട്ട് മാങ്ങ ഉണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട് കൊണ്ടുത്തന്നതാണ്, അവളുടെ വീട്ടിലുണ്ടായത്. അപ്പോൾ ഞങ്ങൾ മൂന്നാളും കൂടി മാങ്ങ കഴിച്ചു. രാത്രി സെയിം ലഞ്ചിൻ്റെ പാറ്റേൺ തന്നെ, ചപ്പാത്തിയും ചിക്കൻ കറിയാണ്. ഒരു ചപ്പാത്തിയാണ് ഇത്, ലെയർ ലെയർ ചപ്പാത്തിയല്ല, നോർമൽ റൗണ്ട് ചപ്പാത്തിയാണ്. ടോട്ടൽ കാലറി ഇൻടേക്ക് നോക്കുമ്പോൾ 1147 ആണ് വരുന്നത്. മാക്രോ ന്യൂട്രിയൻസിൻ്റെ കാൽക്കുലേഷൻ നോക്കുമ്പോൾ പ്രോട്ടീനും ഫൈബറും കാർബ്സും ഫാറ്റ്സും ഒന്നും കൂടിയും പോയിട്ടില്ല കുറഞ്ഞും പോയിട്ടില്ല, ഒരു മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടുണ്ട്.